ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാനും ശിവരാത്രിക്ക് വ്രതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് മഹാദേവനെ ഒരുക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ഗണപതിക്ക് വെച്ചു, അല്ലെങ്കിൽ പിന്നെ ഗണപതി വണങ്ങത്തില്ലേ, അതിനുശേഷമാണ് ഞാൻ മഹാദേവന് ഫ്ലവർ വെച്ചത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഫ്ലവേഴ്സൊക്കെ കൊണ്ട് ഞാൻ മൊത്തം ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം. വിളക്ക് കത്തിച്ച ശേഷം കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ഇന്ന് ഒരിക്കലൂടാണ്. ഒരു 12:45 ആയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ചോറും തൈരും മുളക് പൊടിയില്ലേ, അതുമാണ് എടുത്തത്. അതെല്ലാം കൂടെ കൂട്ടിയാണ് കഴിച്ചത്. വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീട് മൊത്തം തുടച്ചു. അന്ന് ഒന്നുകൂടെ കുളിച്ചിട്ട് ഞാൻ വീണ്ടും മഹാദേവനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം നമുക്ക് വിളക്ക് കത്തിക്കാം കേട്ടോ. വൈകിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ വിളക്ക് കെടുത്തിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നേരം മാത്രമല്ലേ നമുക്ക് അരി കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുഴുക്കില്ലേ, പുഴുക്കെന്ന് പറയാൻ പറ്റില്ല, കപ്പ കാച്ചിലൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ കൂടെ പുഴുങ്ങി കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് എടുത്തത്. ഇനിയിപ്പോൾ എപ്പോഴും എനിക്ക് ഉറക്കം വരുന്ന ആ സമയത്ത് ഞാൻ കിടന്നുറങ്ങും. ഇനിയിപ്പോൾ നാളെയല്ലേ ശിവരാത്രി, അപ്പോൾ രാവിലെ എണീക്കണം, വെളുപ്പിനെ തന്നെ എണീക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വ്ളോഗ് നാളെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ നാളത്തെ വ്ളോഗും. അപ്പോൾ എല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.